ഒരു പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർ എൽ സി സർക്യൂട്ടാണ്. ആറും എല്ലും സിയുമുള്ള സർക്യൂട്ടാണ്. ഓക്കെ, the resistance R, inductance L 0.01, capacitance connected in series, വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് 400 കോസ് 3000t മൈനസ് 10 ഡിഗ്രിയാണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ വി എം എന്ന് പറഞ്ഞാൽ 400 ഐ എന്ന് പറഞ്ഞാൽ 10√2 കോസ് 3000t മൈനസ് 50 ആണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പോൾ ഐ എം എന്ന് പറയുന്നത് 10√2 ആണ്. നമുക്ക് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്ന് പറയുന്നത് 55 മൈനസ് 10 ദാറ്റ് ഈസ് 45 കറണ്ട് ലാഗിങ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 3000 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ഒമേഗ. അപ്പോൾ കറണ്ട് ലാഗ് ആണെന്ന് പറഞ്ഞാൽ എക്സ് ആണ് കൂടുതൽ ഉണ്ടാവുക, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.01 എന്നാണ്. അപ്പോൾ എക്സ് എൽ കാണാൻ വേണ്ടി 2πfl ആണ്. 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 എന്ന് ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഒമേഗ എൽ ഉപയോഗിക്കാനേ വഴിയുള്ളൂ. ദാറ്റ് ഈസ് 3000 ഇൻറ്റു 0.01, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3000 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 30 ഓം. tan 5 എന്ന് പറഞ്ഞാൽ 45 ആണ്. എക്സ് ബൈ ആർ എന്ന് പറയുമ്പോൾ 30/6 വരും. 45 നമുക്കവിടെ തന്നിട്ടുണ്ട്. tan 45 എന്ന് തന്നിട്ടുണ്ട്. tan 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ എക്സ് ബൈ tan 45 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ 1 ആണ്. സോ ആർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസും റിയാക്റ്റൻസും തുല്യമാണ്, അല്ലാതെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അല്ല. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എം ഡിവൈഡഡ് ബൈ ഐ ആണ്. 100 ഡിവൈഡ് ബൈ 10√2 ആണ്. 28.3 ഓം ആണ്. സോ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ ഈ കാണുന്ന സെഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആർ ഈക്വൽ ടു എക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഫേസ് ആംഗിൾ 45 ആയതുകൊണ്ട്. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ സെഡിനെ √2 ചെയ്താൽ Z/2 ആണ്. അതായത് ആർ സ്ക്വയർ ഒഴിവാകുമ്പോൾ സെഡിൻ്റെ സ്ക്വയർ ഒഴിവാകും. പക്ഷേ താഴെ കിടക്കുന്ന 2ന് √2 എന്നാവും. അപ്പോൾ 28.3 ഡിവൈഡ് ബൈ √2 എന്ന് പറഞ്ഞാൽ 20 ഓം ആണ്. ഇനി റിയാക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റിയാക്റ്റൻസ് റെസിസ്റ്റൻസിന് തുല്യമാണെന്ന് പറയാം. അപ്പോൾ അത് 20 ഓം തന്നെയാണ്. അപ്പോൾ 20 ഓം ഈക്വൽ ടു 30 മൈനസ് എക്സ് സി എം. എക്സ് എൽ മുകളിൽ കണ്ടിട്ടുണ്ടല്ലോ 30 ആണെന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ എക്സ് സി എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 മൈനസ് 30 10 ഓം ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. 1 ഡിവൈഡ് ബൈ 2πf ഇൻറ്റു സി ആണ്. സി അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്ത്, അതായത് എക്സ് സിനെ താഴെ കൊണ്ടുവന്നു. 1 ഡിവൈഡഡ് ബൈ 2 ഗുണം 3.14 ഇൻറ്റു ഇവിടെയും എഫ് ഇല്ല. എഫ് ഉണ്ടോ? 50 ഹെഡ്സ് എന്ന് എഴുതാൻ നമ്മളെ കയ്യിൽ പാങ്ങില്ലല്ലോ. ഇല്ല. അപ്പോൾ 3000 എന്ന് എഴുതാനേ പറ്റുള്ളൂ. 2 ഇതെന്ന് എഴുതാൻ കഴിയില്ല. എന്താ എഴുതാൻ കഴിയുള്ളൂ? 3000 എന്ന് എഴുതാനേ കഴിയുള്ളൂ.
3000 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 33 മൈക്രോ ഫാരഡയാണ്. 33 മൈക്രോ ഫാരഡയാണ് ആൻസർ എന്ന് പറഞ്ഞത്. നമ്മളോട് ഇതിൽ കാണാൻ പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്, കപ്പാസിറ്റൻസ് ആണ്. എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ ടാൻ ഫൈ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. 1 10 1 55 ആണെങ്കിൽ 55 - 10 വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.